നവംബർ 25 നടന്ന LGS എക്സാം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെ SCERT ടെക്സ്റ്റ് ബുക്ക്, അതായത് പഴയ SCERT ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ 5, 7, 9 ക്ലാസ്സുകളിലായി മാറ്റം വന്ന പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക്, മുൻകാലങ്ങളിലെ PSC ചോദ്യങ്ങൾ, ഇത് വെച്ച് നമുക്കൊരു വിശകലനം നടത്താം. ആഴത്തിലുള്ള വിശകലനം, ആ ഭാഗങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രഘുനന്ദനൻ MV. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ വിൻഡോജുവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലെ എക്സാമുകൾ എടുക്കുമ്പോഴുള്ള ക്രാഷ് കോഴ്സ്. ഇപ്പം നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ഓരോ ടോപ്പിക്കും വെച്ചിട്ടാണ്. അതിന് എക്സാംസ് ഉണ്ടായിരിക്കും, ഓൺലൈൻ എക്സാമുകളും ഉണ്ടായിരിക്കും, പഠിക്കാനുള്ള വിഷയം തരും, വീഡിയോ ക്ലാസ്സുകളും തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഇതിന്നൊക്കെ എക്സാമുകൾ നിങ്ങൾക്ക് ദിവസവും നടത്തുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ ഇല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു, ആരുടെ പ്രസ്താവന? അപ്പോൾ നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആളുകളെ കുറിച്ചാണ് വെച്ചാൽ അറിയാം, ഇത് ഇങ്ങനത്തെ ഒരു പ്രസ്താവന ആരുടെ എന്നൊക്കെ ചോദിച്ചാൽ അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ചോദ്യം വരിക എന്നുള്ളത്, അല്ലേ? അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഞാൻ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് 80ഓളം വീഡിയോ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തന്നെ എവിടെ നിന്നാണ് വരുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ, SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ അടക്കം നോക്കണം. അപ്പോൾ സന്താൽ കലാപത്തിൻ്റെ ഒരു ചിത്രമുണ്ട്, ആ ചിത്രത്തിലെ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയതുമായി ബന്ധപ്പെട്ട ആ പാഠപുസ്തകത്തിലൊരു ചിത്രമുണ്ട്, ആ ചിത്രത്തിലെ തീയതി അടക്കം ചോദിക്കും. അപ്പം അതിൽ ചിത്രങ്ങളും പട്ടികകളൊക്കെ വളരെ പ്രധാനമാണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു, ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണ്. ഇത് വെറുതെ ഒരു ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ ഭാഗം എടുക്കുന്നു. ഏത് ഭാഗത്തു നിന്നാണ്? 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെത്തുന്നു. എന്നാ എത്തുന്നത്? കൊല്ലം മറക്കണ്ട, 1757 എന്നുള്ള കൊല്ലത്തിലാണ് എത്തുന്നത്. 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെത്തുന്നത്, അല്ലെ? ബ്രിട്ടീഷ് ഭരണം തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാരെത്തുന്നത് അതിന് മുമ്പാണ്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവർ യുദ്ധത്തിലൂടെ ഇന്ത്യയുടെ ഒരു പ്രദേശം പിടിച്ചടക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലാണ്. അങ്ങനെയാണ് അവർ ബംഗാളിൽ നിന്ന് ഭരണം തുടങ്ങുകയാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ്. അത് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യ ഭരിക്കുകയല്ല, ഇന്ത്യ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഭരിക്കാൻ വേണ്ടി വന്നവരല്ല അവർ, മുഗളന്മാരെ പോലെയോ അതിനു മുന്നേയുള്ള നമ്മൾ വിദേശത്ത് നിന്ന് അക്രമകാരികളായി വന്ന രാജവംശങ്ങളെ പോലെയോ ഇന്ത്യ ഭരിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്നതാണ്. ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്നതുകൊണ്ട് തന്നെ പരമാവധി നികുതി ചുമത്തിയിരുന്നു. ശാശ്വത ഭൂനികുതി, അതൊക്കെ ഈ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ള പറയുന്നുണ്ട്. റയറ്റ് വാരി, മഹൽ വാരി എന്നൊക്കെ പറയുന്ന 3 നികുതി വ്യവസ്ഥകളുണ്ടായി. ഈ നികുതി കാരണം മനുഷ്യൻ പൊറുതിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ആധുനിക വ്യവസായങ്ങൾ വരുന്നത്. ആധുനിക വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അസംസ്കൃത പദാർത്ഥങ്ങൾ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് ഇവിടെ വിൽക്കും. അപ്പം എന്തുണ്ടാവും? ഇത് കുറഞ്ഞ വിലക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത വ്യവസായങ്ങൾ ഇല്ലാതായി. ഇന്ത്യയിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച തുടങ്ങി. ഈ സന്ദർഭത്തിലൊരു പ്രസ്താവനയാണ്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇപ്പൊ ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്നു ഇന്ത്യൻ തുണി വ്യവസായം. ആ തുണി വ്യവസായത്തിന്റെ തകർച്ച തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭു പാഠപുസ്തകത്തിലെ ഭാഗട്ട നടത്തിയ നിരീക്ഷണമാണ്. ഓക്കെ, ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായി നശിപ്പിച്ചു. ഇന്ത്യയിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം, അതും ഈ പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ്. കൃഷി വാണിജ്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി നടന്നൊരു സമരമാണ് നീലൻ സമരം. അപ്പൊ കലാപം നടന്നത് പൂർണ്ണമായി നശിപ്പിച്ചു. അപ്പോൾ ഇത് നോക്കാം. ഇത് കൂടാതെ തന്നെ അവിടെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുറിച്ച കലാപം നടക്കുന്നത് 1812 അവിടേക്ക് ഞാൻ പിന്നീട് വരാം, അതിവിടെ പറയുന്നുണ്ട്.
19-ാം നൂറ്റാണ്ടിൽ ഗോത്ര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ കുറിച്യ കലാപം ഉണ്ടായിട്ടുണ്ടെന്നും. അപ്പൊ അതിൻ്റെ ഭാഗമായി വന്ന ഒന്നാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ഉദാഹരണത്തിനായി എന്താണ് ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മൺപാത്ര വ്യവസായം, അങ്ങനെ എല്ലാ വ്യവസായങ്ങളും നശിക്കുന്നുണ്ട്. ആ ഭാഗത്തിന്റെ പേര് പരമ്പരാഗത വ്യവസായങ്ങളുടെ വളർച്ച എന്നുള്ളതാണ്. ഇനി അവിടെ തന്നെ മറ്റൊരു പ്രസ്താവന നോക്കൂ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇതും അതിലുള്ളൊരു പ്രസ്താവനയാണ്. ഇത് കുറിച്യ കലാപവുമായി TH ബേബർ നടത്തിയ പ്രസ്താവനയാണ്. 1812-ലാണ് കുറിച്യ കലാപം വരുന്നത്. 1812 കുറിച്യ കലാപം 1812-ലാണ്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. അവിടെ ഞാനിത് കാണിക്കാനുള്ള കാരണം അവിടെ തന്നെയുള്ള ആ പാഠത്തിലുള്ളൊരു പ്രസ്താവനയാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആരാ പറഞ്ഞത്? കലക്ടർ TH ബേബർ. എന്തിനെ കുറിച്ചാ പറഞ്ഞത്? കുറിച്യ കലാപത്തെ കുറിച്ച്. 19-ാം നൂറ്റാണ്ടിലെ കുറിച്യ കലാപം കൂടാതെ മറ്റു പല കലാപങ്ങളും നടന്നിട്ടുണ്ട്. സന്താൾ കലാപം, അതായത് ആ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ള അധ്യായത്തിൽ എന്താണ് ഉദാഹരിക്കുന്നത്? 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം തുടങ്ങി. മെല്ലെ മെല്ലെ നികുതി കൂട്ടി. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ തുടങ്ങി. ആ ചെറുത്തുനിൽപ്പുകളാണ് പിന്നീട് അസംതൃപ്തി വ്യാപകമാവുകയും മറ്റതൊക്കെ ചെറിയ ചെറിയ ഏതെങ്കിലും ജനവിഭാഗമായിരുന്നുവെങ്കിൽ അവരെല്ലാം ഒന്നിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിയുന്ന 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കലാശിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാവരും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗോത്ര വിഭാഗങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണം ഈ പാഠഭാഗത്ത് തന്നെ ഉണ്ട്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങൾ, ആ ഗോത്ര കലാപങ്ങളെ കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ എന്താ? കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഇത് PSCക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വേണ്ടത്, നമ്മൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ധാരണയടക്കം കിട്ടും. അപ്പൊ PSC പഠനം വെറുതെ ആവില്ല. മനസ്സിലായോ? അതായത് ഇന്ത്യയിൽ ഒരു കാലത്തെ ബ്രിട്ടീഷ് ഭരണം, പലരും പറയാറുണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചാലായിരുന്നു നന്നായിരുന്നു എന്ന്, അല്ലേ? ഞാൻ 2 മിനിറ്റ് ആ ബോധമൊക്കെ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകാൻ പോവുകയാണ്. നിങ്ങൾ കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ള ആധുനിക വീക്ഷണം ഉണ്ടാവണം. തിരുവിതാംകൂർ രാജാവ് ഭരിക്കുകയാണ് നല്ലത്, അങ്ങനെ പറയാറുണ്ട്. രാജാവിന്റെ ഭരണകാലം അത് എന്ത് നല്ല ഭരണകാലമായിരുന്നു, മോശമായിരുന്നില്ല, അവരെ കൊണ്ടൊക്കെ ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇന്ന് ഇന്ത്യയിലെ ഏതൊരു ജനാധിപത്യ ഗവൺമെന്റ്. അത് മനസ്സിലാക്കിക്കോളുണ്ട്. 50% നികുതി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ. മനസ്സിലാക്കുക, തിരുവിതാംകൂറിലായിരുന്നു രാജാക്കന്മാരായിരുന്നു ഒട്ടനവധി പരിഷ്കാരങ്ങൾ നടത്തിയത്. ആ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠ സ്വാമികൾ വിളിച്ചത് കറുത്ത നീചന്റെ ഭരണം എന്നാണ്. കാരണം അവിടെ മുലയ്ക്കടക്കം കരമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഭരണത്തെയാണ് നമ്മൾ ഗംഭീരാണെന്ന് പറയുന്നത്. നങ്ങേലി, നിങ്ങൾ PSCക്ക് പഠിക്കേണ്ടതാ. നങ്ങേലി മുല മുറിച്ചു കളയാ ചെയ്തത്. മുല ഉണ്ടെങ്കിൽ അതിനടക്കം കരം. വെളിച്ചപ്പാടിന്റെ വാളിന് കരമുണ്ടായിരുന്നു മലബാറിൽ. വെളിച്ചപ്പാടിന്റെ വാളിന് കരമുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തത് പിന്നീട് ഒരു ജനാധിപത്യ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അപ്പൊ ഈ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ധാരണ കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് PSC നിങ്ങളോട് ഇതൊക്കെ പഠിക്കാൻ പറയുന്നതും 10ാം ക്ലാസ് നമ്മൾ വരെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു സ്വാതന്ത്ര്യ സമര നായിക, ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിലേത് പ്രസ്താവനയാ ശരി? ഒറ്റക്കാരിയുള്ളൂ. ഇതാ അതേ പാഠഭാഗത്ത് ഈ ടേബിൾ ഉണ്ട്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണെന്ന്. അതിൽ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ്. നമുക്ക് നോക്കാം ലക്നൌവിന്റെ സ്ഥിതി എന്താ. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ എന്നുള്ളതിന് ഫൈസാബാദ കൊടുത്തിരിക്കുന്നത് തെറ്റി. ഇനി നോക്കൂ,
ലക്നൗ കേന്ദ്രമാക്കിയത് ബീഗം ഹസ്രത് മഹല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൗലവി അബ്ദുള്ളയാ. അപ്പൊ ഇത് രണ്ടും നോക്കുമ്പോൾ തന്നെ ഇവിടെ തെറ്റുവന്നു. അപ്പൊ പിന്നെ ഒന്നെങ്കിലും ശരിയാവണമല്ലോ, എല്ലാം തെറ്റൊന്നും ഇവിടെ ഇല്ല. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ച ആൾ തന്നെയാണ് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഈ പാഠപുസ്തകം തന്നെയാണ് രണ്ടാമത്തെ ചോദ്യവും. അപ്പൊ ഈ പാഠപുസ്തകം പഠിച്ചു പോയവർക്ക് 2 ചോദ്യങ്ങളും കീശയിലായി. ഓക്കെ, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അബ്ദുള്ള. ദാദാഭായി നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഇതേ 10ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് അടുത്ത ചോദ്യം. ആ പുസ്തകം എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ്. അവിടെ പറയുന്നു, ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ ആളായിരുന്നു ദാദാഭായി നവറോജി. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു. ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ കാലത്തോളം മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു. മുഗളന്മാർക്കെതിരെ ഇന്ത്യൻ ജനത കലാപത്തിന് പോയി. എന്തുകൊണ്ട് പോയില്ല? പല ഘടകങ്ങളുണ്ട്. അന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടില്ല, ഫ്രാൻസിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അന്നൊന്നും സ്വാതന്ത്ര്യ സമരമില്ല. രാജാവിന്റെ ഭരണം എന്ന് പറയുന്നത് ദൈവദത്തമാണെന്ന് വിചാരിച്ചിരുന്നതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, മുഗളന്മാർ ഇത്ര വലിയ രാജാക്കന്മാരായിട്ടൊന്നും നമ്മൾക്ക് കണക്കൂട്ടണ്ട. അവരുടെ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് അവർ ഭരിച്ചു. പക്ഷെ അവർ ബ്രിട്ടീഷുകാരെക്കാൾ എത്രയോ ഭേദമായിരുന്നു. അതൊരു കാര്യമുണ്ട്. ചില മതപ്രീണന നയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാ മതസ്ഥരോടും തുല്യമായ കാഴ്ചപ്പാടുമുള്ളവരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് പ്രത്യേക മതത്തോടൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കാശുണ്ടാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ബ്രിട്ടീഷുകാരുടെ ഭരണം, പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും ഭരിക്കുക എന്നല്ല, അവർക്ക് ഈ രാജ്യത്തെ ഭരണാധികാരിയാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മുഗളന്മാർക്ക് അതല്ല, അവർക്ക് ഈ രാജ്യത്തെ ഭരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ സന്തുഷ്ടരാക്കാൻ അവർ ചെയ്തിരുന്നു. അവർക്ക് ബ്രിട്ടീഷുകാർക്ക് അതല്ല, കാശ്. ആ കാശ് അവർ ബ്രിട്ടനിലേക്ക് കടത്തു. അങ്ങനെ ഇന്ത്യ നരകത്തിലായി. ഏതൊരു രാജഭരണ കാലഘട്ടത്തെക്കാൾ നരകത്തിലായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ. ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടേ നമുക്ക് പറയാം. അപ്പൊ അതിനെതിരെ ചെറുത്തു നിൽപ്പുകൾ ഉണ്ടാവുകയാണ്. അളമുട്ടിയാൽ ചെരയും കടിക്കുന്നു പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനത അതിൻ്റെ ജീവിത ദുരിതം ആയി മാറുകയാണ്. അവരുടെ എല്ലാ കാർഷിക വൃത്തികൾ ഏർപ്പെടുത്തവരും അതുപോലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടവരുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ കാര്യം കട്ടപ്പുകയായി. ഇനി പട്ടാളത്ത് ചേർന്നവരാണെങ്കിൽ അവരെ പുച്ഛത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. തുച്ഛമായ കൂലി. ഇതെല്ലാം കൂടി ഇന്ത്യയിൽ അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ഇന്ത്യ അതിൻ്റെ ദേശീയത രൂപപ്പെടുന്നത്. മനസ്സിലാക്കുക, അത് മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കി തന്നെ ഈ ചരിത്രം പഠിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഭൂപടത്തിലുള്ള ഒരു രാജ്യത്തിന്റെ സങ്കല്പമുണ്ടല്ലോ, അതൊരു രാഷ്ട്രീയ സങ്കല്പമായി രൂപപ്പെടുന്നത് അന്നാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായി നവറോജി ആയിരുന്നു. അപ്പൊ ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വേണ്ടി വന്നു. അതിനു മുമ്പ് ഒരു സാംസ്കാരിക ഇന്ത്യ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു ചോർന്നത്? പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിലെ അതേ വാചകങ്ങൾ ഉപയോഗിച്ച് പ്രസ്താവന ടൈപ്പ് ചോദ്യം വരുന്ന ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് ഇത് ഓർമ്മിച്ചു വെച്ചോ. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ഇത് കാരണം ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോവുകയാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് അവബോധമുണ്ടാക്കുന്നതിലുണ്ടായ നേതാക്കന്മാരെ കൂടി ഓർത്തു വെച്ചോളൂ. ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ജത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ 3 പേര് ഓർത്തു വയ്ക്കുക. അവർ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സമ്പത്ത് കടത്തി കൊണ്ടുപോകുന്നത് എന്നുള്ള ബോധം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാക്കി. അങ്ങനെയാണ് തങ്ങളുടെ ജീവിത ദുരിതത്തിനു കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണവുമാണെന്ന് മനസ്സിലാക്കിയ ഒരു ജനത അതിൻ്റെ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കുകയാണ്. ഒരു പ്രദേശത്തെ ജനത
അവരുടെ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി മുന്നേറുന്നതിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. ദേശീയതയെക്കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള നിർവചനമാണ്. അപ്പൊ അതോർക്കുക. അങ്ങനെ തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ദേശീയത ഉണ്ട്, അതിലൊന്നാണ് സാമ്പത്തിക ദേശീയത. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന തീർച്ചയായിട്ടും കുറച്ച് ധാരണ ഒരാൾക്കറിയാം, അത് അലിഗഡ് പ്രസ്ഥാനമാണെന്ന്. ബാക്കി പ്രാർത്ഥനാ സമാജമാകട്ടെ, തിയോസഫിക്കൽ സൊസൈറ്റി ആവട്ടെ, സത്യശോധക് സമാജമാകട്ടെ, ഇതൊക്കെ തന്നെ ഹിന്ദു മതത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു. ഒരു ഇന്റലിജന്റ് ഗസ് മതി അവിടെ. ഓക്കെ, അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ആരാണ് ഉണ്ടാക്കിയതെന്ന് പോലും ചോദിച്ചില്ല, കൊല്ലം ചോദിച്ചിട്ടില്ല. ഇത് എവിടുന്നാവുന്നത്? ഈ ചോദ്യവും 4ാമത്തെ പാഠം കഴിഞ്ഞാൽ 5ാമത്തെ പാഠം സംസ്കാരവും ദേശീയതയും എന്നൊരു പാഠമുണ്ട്. അതിൽ ഓരോ ഹെഡിങ്ങിലൂടെയും കടന്നു പോവുക. ഇപ്പൊ വേണ്ട, ഇപ്പൊ LGS ആണ്. ഇത് കഴിഞ്ഞാൽ ഈ പാഠങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു ശൈലിയുണ്ട്, SQR3. നിങ്ങൾ മറക്കില്ല, ഈ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മറക്കില്ല. വെറുതെ സംസ്കാരവും ദേശീയതയും എന്താണത്? എന്താണ് ആ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പിടികിട്ടും. ഓരോ സബ് ഹെഡിങ്ങും വായിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ. ഒരു SQR3 മെത്തേഡ് ഉണ്ട്. ഞാൻ വീഡിയോ എക്സാം ഒക്കെ കഴിയട്ടെ, നിങ്ങളിപ്പോൾ എക്സാമിന്റെ തിരക്കിലായിരിക്കുമല്ലോ. 2-3 ദിവസം കഴിഞ്ഞാൽ നവംബർ 30 കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ 7 അല്ലേ, 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പണ്ടുണ്ടാക്കിയ വീഡിയോ ആണ്, അത് വെച്ചിട്ട് പഠിച്ചു നോക്ക്. ഈസി ആയിട്ട് ഈ ഭാഗം മനസ്സിലാവും, മനസ്സിന്ന് പോവുകയും ചെയ്യില്ല. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. നോക്കൂ, നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നാട്ടിൽ പരിഷ്കരണമായി മാറുന്നത്. നാട്ടിലുണ്ടാകുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കാഴ്ചപ്പാടുകളുമാണ് നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നത്. ഭരണം എന്ന് പറയുന്നത്, രാജഭരണം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനെയൊക്കെ തകർത്തെറിഞ്ഞത് യൂറോപ്പിലുണ്ടായിട്ടുള്ള നവോത്ഥാന മൂവ്മെന്റ് ആണ്. യൂറോപ്പിൽ ആ നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് പ്രധാനമായും. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം, അത് കഴിഞ്ഞ് വരുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന് വേണ്ടി വരുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യത്തിനനുസരിച്ച് പുതിയ തീരങ്ങൾ തേടിപ്പോകൽ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചിന്തകൾ, ഇതെല്ലാം ചേർന്ന് യൂറോപ്പിൽ എന്തുണ്ടാവുകയാണ്? എൻലൈറ്റ്മെന്റ് ഉണ്ടാവുകയാണ്. അതിൻ്റെ അലയൊലി ഇന്ത്യയിലേക്കും വ്യാപിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. ആ കാലഘട്ടത്തിന് മുന്നേ ഉണ്ട്, കാരണം ഇന്ത്യയുടെ പ്രത്യേക പരിസ്ഥിതി കാരണം. അപ്പോൾ ജനങ്ങൾക്ക് യുക്തിചിന്ത വരികയാണ്, ആധുനികവൽക്കരണത്തോട് താല്പര്യം വരികയാണ്. അതിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ ആചാരങ്ങളെ എതിർക്കുക, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടല്ല ഈ മൂവ്മെന്റ് തുടങ്ങുന്നത്. ഓക്കെ, അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിട്ടല്ല, ഇന്ത്യയുടെ ആന്തരികമായ ചില നീതിക്കും അനീതിക്കും, നീതിക്ക് വേണ്ടിയുള്ള നിലനിൽപ്പും അനീതിക്കെതിരെയുള്ള പോരാട്ടവും അങ്ങനെ ഉണ്ടായിരുന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അതിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം കണ്ടുവോ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. നോർമലി കൺവെൻഷനൽ ആയിട്ട് PSC പഠിക്കുന്നവർ ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം പോരാ, ഈ ടേബിൾ കൃത്യമായി നിങ്ങൾ കടന്നു പോകണം. അങ്ങനെ അവിടെ ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പണ്ഡിറ്റ്, അത് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നോക്ക ജാതിക്കളുടെയും പുരോഗതി. ഞാൻ നിന്റെ PDF ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും.
തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ ദുരാചാരങ്ങളുടെയും പുരോഹിത മേധാവിത്വത്തിനെയും എതിർത്തു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ഓക്കെ, അവിടെ നോക്കുക, ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത ഒരാളാണ് EV രാമസ്വാമി നായ്ക്കർ. നമുക്ക് വ്യതിരിക്തമായി ഒന്ന് കമ്പയർ ചെയ്ത് അതിൽ ഓരോരുത്തരും ഓരോന്നായിട്ട് കിട്ടും. നിങ്ങൾക്ക് ബ്രാഹ്മണ മേധാവിത്വം വരുമ്പോൾ ഇപ്പൊ പറഞ്ഞ ആളുകളിൽ അതാരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ആ EV രാമസ്വാമി നായ്ക്കറുടെ തുടർച്ചയാണ് ഇന്നും തമിഴ്നാട്ടിൽ ഒരു ഒരു അബ്രാഹ്മണിക്കൽ, അതായത് ബ്രാഹ്മണർക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. കേരളത്തിലും അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണം, അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണന്മാർക്ക് ഒരു വിശിഷ്ടത്വവും ഇല്ല, മാത്രമല്ല കേരളത്തിലെ അവകാശികൾ അവരല്ല. ഓക്കെ, പ്രാചീന മലയാളം എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഈ 2 പുസ്തകങ്ങളും അതുകൊണ്ടാണ് പ്രധാനമാകുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും സാമൂഹികമായ പുരോഗതിക്കും വേണ്ടി നിലകൊണ്ടു, പിന്നോക്ക ജാതിക്കാരുടെ. അപ്പൊ ഈ പാഠഭാഗത്തിലുണ്ട് ഈ ഭാഗം എന്നോർക്കുക. രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പ്രസിദ്ധീകരണങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കത് കിട്ടും. ഏതൊക്കെയാ നമുക്കറിയാം. അതിൽ അമൃത് ബസാർ പത്രികയല്ല, സ്വദേശി ചിത്രമല്ല, മിറാത്ത് ഉൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ് രാജാറാം മോഹൻ റായ് ആരംഭിച്ച പത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ബി ആണ് ഇവിടെ കറക്റ്റ്. 3ഉം 4ഉം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ രാജാറാം മോഹൻ റായിനെ കുറിച്ച് നമ്മുടെ ഇതേ പാഠഭാഗത്തിൽ, ഈ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗത്തിലൂടെ നിങ്ങൾ അപ്പം ഒന്ന് കടന്നു പോകണം. ഇത് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അതായത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം വന്നു എന്ന് വിചാരിക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടി രാജാറാം മോഹൻ റായിനെ കുറിച്ച് പഠിച്ചോളൂ. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം വന്നു, രാജാറാം മോഹൻ റായ് എന്തിനു വേണ്ടി നിലകൊണ്ടു, ആ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. പുതിയൊരു ചോദ്യം SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഓക്കെ, എന്നാൽ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് അറിയണം എപ്പോഴും. അതിനുവേണ്ടി നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അതായത് മനുഷ്യർക്കൊക്കെ പുതിയ യുക്തിചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇന്ത്യയുടെ സാമൂഹിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന്, അതിനാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അതിനുവേണ്ടി ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യണം, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണം, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കണം. എന്തെല്ലാം വിവേചനം ഉണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരായ? നമ്മുടെ നാട് അഫ്ഗാനിസ്ഥാന്റെ പോലെയായിരുന്നു ഇന്ത്യയും. മനസ്സിലായില്ലേ? ഭർത്താവ് മരിച്ച ആ ചെതയിലേക്ക് എടുത്ത് ചാടണം സ്ത്രീകൾ. ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. 70-75 വയസ്സായിട്ടുള്ള ഭർത്താക്കന്മാര് 12-13 വയസ്സായിട്ടുള്ള സ്ത്രീനെ കല്യാണം കഴിക്കും. ചിലപ്പോൾ 5, 7, 8 വയസ്സുള്ള സ്ത്രീനെ കല്യാണം കഴിക്കും. എന്നിട്ടോ പിന്നീട് അയാൾ മരിച്ചാൽ അവർക്ക് പുനർവിവാഹം പാടില്ല. ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ മറക്കുടേൻ്റെ ഉള്ളിലേ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ, അതുകൊണ്ടാണ് ഇന്നും അന്തർജനം എന്ന് പറയും അല്ലേ? ബ്രാഹ്മണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്തർജനമാണ്. അവർക്ക് അങ്ങനെ വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടിയത് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഫലമായിട്ടാണ്. അങ്ങനെ വരുമ്പോ നോക്കൂ, ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാളാണ് രാജാറാം മോഹൻ റായ്. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റായ് ആയാണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്നുള്ള ആശയമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സമൂഹ പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് അത് സ്വത്തിന്റെ മുകളിൽ അവകാശം ഉണ്ടായിരുന്നില്ല, അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ
നിരവധി പേർ സാമൂഹ്യ പരിഷ്കരണത്തിന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. ഇപ്പൊ കൊല്ലം ഓർത്തു വയ്ക്കുക, 1856 എങ്ങനെ ഓർത്തു വയ്ക്കാം? 1857 നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. കിട്ടുന്നുണ്ടല്ലോ. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. അങ്ങനെ വനിതകൾക്ക് വേണ്ടി രൂപം കൊണ്ടതാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി. ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ, ഇപ്രാവശ്യത്തെ പുതുക്കിയ 7ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിൽ രമാബായിയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടേക്കൊക്കെ വരാം. എങ്ങനെ അതിൽ പ്രധാനപ്പെട്ടതാണ് അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരെയുമാണ് മുന്നത്തെ പട്ടികയിൽ നിങ്ങൾ കണ്ടോ? അപ്പൊ അതൊന്ന് നോക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റായിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് എനിക്കൊരു മെസ്സേജ് കണ്ടു, പത്രങ്ങളെ കുറിച്ച് വിശദമായ ഒരു ക്ലാസ് തരുമോ? നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിന്ന് പഠിച്ചാൽ മതി. പത്രങ്ങളെ കുറിച്ചിട്ട് ഒരുപാടുണ്ട്. നമുക്ക് ആ ഭാഗം വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യാം, ചോദ്യം വരുമ്പോൾ. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് 10ാം ക്ലാസ്സിൽ തന്നെ നവംബർ 30 ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പത്രങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതെന്താ? ഇന്ത്യൻ ദേശീയതയ്ക്ക് സഹായമായി മാറിയതാണ് ഈ മുന്നേറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ പത്രങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ആ പത്രങ്ങൾ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്നൊരു വാർത്തയാണിത്. എന്താണ് ആ വാർത്ത? എന്തെല്ലാമാണെന്ന് വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്? അതുകൊണ്ട് ആലോചിച്ചോളൂ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാറാണ്. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലുകളിനെയും മർദ്ദന ശ്രമത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കെതിരുമായി നടക്കുന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാക്കി. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് 2 വഴികളുണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം, ഒന്ന് ഇന്ത്യയിലെ അനാചാരങ്ങൾക്കെതിരായ പോരാട്ടം. അപ്പൊ ഈ രണ്ടിനെ കുറിച്ചും, ബ്രിട്ടീഷുകാർ നടത്തുന്ന തെമ്മാടിത്തത്തെക്കുറിച്ചും ഇന്ത്യൻ സമൂഹത്തിൽ പോസിറ്റീവായി വരുത്തേണ്ട ജാതി വ്യവസ്ഥയെ അതിലംഘിച്ച് അനാചാരങ്ങളെ അതിജീവിച്ച് ഒരു പുതിയ മനുഷ്യ സമൂഹമായി, ആധുനിക മനുഷ്യ സമൂഹമായി നമ്മൾ രൂപപ്പെടാനുള്ളതിൻ്റെ ആശയങ്ങളെ കുറിച്ചും പത്രങ്ങൾ കൊടുത്തു. ഓർത്തുവെക്കണേ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനും ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി. അപ്പൊ 2 തരത്തിലുള്ള ധാര. ഒന്ന് ഇന്ത്യയിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച്, ബ്രിട്ടീഷുകാർ കാണിക്കുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറുഭാഗത്ത് ഇന്ത്യയിലെ അനാചാരങ്ങൾ, ദുഷിച്ച കാര്യങ്ങൾ എങ്ങനെ പരിഷ്കരിക്കണം, അതിന് നടക്കുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. മറുഭാഗത്തോ ഇതിന് രണ്ടിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിനവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി നിങ്ങളോട് റാങ്ക് മേക്കേഴ്സിനെ കുറിച്ച് പറയാറില്ലേ? റാങ്ക് കിട്ടിയ ആളുകൾ ഇന്ന ആളുകളാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. അവർ എടുത്ത സമീപനം ഇതാണ്. അങ്ങനെ അവരെ പ്രചോദിപ്പിക്കുന്നതിനായി ലോകത്തെമ്പാടും നടക്കുന്ന സമരങ്ങളെ കുറിച്ച് വിവരം നൽകി. അമേരിക്കയിലെ, ഫ്രാൻസിലെ, ചൈനയിലെ, റഷ്യയിലെ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ഈ പത്രങ്ങൾ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുർഗതി? എന്തുകൊണ്ട് ബ്രിട്ടൻ ഇവിടുന്ന് പോകണം? ബ്രിട്ടൻ അക്രമം കാണിക്കുക മാത്രമല്ല, ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഇന്ത്യൻ ജനങ്ങളെ ബോധവാന്മാരാക്കി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പോൾ ഇതിലൊന്നും ഒരു ഗവൺമെന്റ് അതിൽ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്നില്ല. ഈ കൊറോണ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ദേശീയ ഗവൺമെന്റ് ആകട്ടെ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ നമ്മളെ കരുതിയിട്ടുണ്ട്. ലേശം പോരായ്മയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ പ്ലേഗിന്റെയോ മറ്റൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുക, ഈ ഗവൺമെന്റുകളൊന്നും തന്നെ ആരെയും കരുതിയിട്ടില്ല. കേരളത്തിൽ തന്നെ കോളറ വ്യാപിച്ചപ്പോ, വസൂരി വ്യാപിച്ചപ്പോ ജീവനോടുകൂടി സ്വന്തം സഹോദരിയെ കുടിച്ചില്ല, നിവൃത്തിയില്ല, ജീവനോടെ. കാരണം ഇനി പണിക്കൊരാളെ കിട്ടില്ല. ഇത് കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രമാണെന്ന്, കേരളത്തിൽ നിലനിന്നിരുന്ന രാജഭരണമാണ്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മെച്ചാണെന്നല്ല പറയുന്നത്, ജനാധിപത്യം മെച്ചമാണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതത്ര മോശമുള്ള ഒരു ഏർപ്പാടല്ല. അപ്പോ ഓർക്കുക, ദേശീയ സമര കാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും
ഹിന്ദു സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃതവസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ, ഫർദൂജി മർസ്ബാൻ, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി, ഷോം പ്രകാശ്, ചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവീൽ മിസിസ് ആനി ബെസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായി, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ 4-5 ദിവസം മുന്നേ ഒരു വീഡിയോ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ തുടങ്ങിയ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾ ആ രീതിയിലൊന്ന് പഠിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള 1-2 ദിവസം കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാനും ഓർമ്മയിൽ നിർത്താനും പറ്റും. പക്ഷെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് സുഹൃത്തുക്കളെ പറയുന്നു, പഠിച്ചത് ഉറപ്പിക്കണം കേട്ടോ. പഠിച്ചത് ഉറപ്പിച്ചിട്ട് വേണം ഇനി 2 ദിവസത്തിനകം പരീക്ഷയ്ക്ക് പോവാൻ. ഓക്കെ. നവോത്ഥാന കാലത്ത് കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? നവോത്ഥാന കാലത്ത് കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. മുൻകാല PSC പരീക്ഷകളിലൂടെ പോകുമ്പോൾ സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന് 10th പ്രിലിംസിന് ചോദ്യം വന്നിട്ടുണ്ട്. അതാണ് PSC ക്വസ്റ്റ്യൻ പേപ്പർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ അയ്യത്താൻ ഗോപാലിനെ കാണുന്നില്ലെങ്കിൽ അപ്പർ റാങ്ക് ഫയലിലേക്ക് പോവുക. ഓക്കെ. എന്നിട്ട് റാങ്ക് ഫയൽ റെഫർ ചെയ്യുക. നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ വിവരങ്ങൾ, PSCക്ക് ചോദിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടുക. ഒരു 90% മാർക്കും അധിക PSC ചോദ്യങ്ങളിലും SCERT ടെക്സ്റ്റ് ബുക്കും നമ്മൾ മുൻകാല ചോദ്യങ്ങളും പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചേ പഠിക്കാണ്ടാവുള്ളൂ, ഒരുപാട് പഠിക്കാണ്ടാവില്ല. ഈ രീതിയാണ് വിൻഡോസ് 2ന്റെ ക്ലാസ്. ആ ക്ലാസ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫ്രീ ക്ലാസ്സുകൾ കൂടാതെ വിൻഡോസ് 2നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോമൺ മറ്റ് ക്ലാസ്സുകൾ കൂടിയുണ്ട്. ഇത് ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ടാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഈ സെക്രട്ടേറിയറ്റ് OA കൂടാതെ ഇനി വരാൻ നിങ്ങളെ കാത്തിരിക്കുന്ന 2025 പരീക്ഷകളാണ്. 20,000-ലധികം ഒഴിവുകളുണ്ട്. ഈ എല്ലാ പരീക്ഷകൾക്കും കൂടി ഒരൊറ്റ കോഴ്സ്, മാസത്തിലല്ല ദിവസത്തിൽ നിങ്ങൾക്ക് ആകെ വരുന്ന പൈസ ₹1.50 മാത്രമേ വരുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറയാം, ഞാനാണ് ക്ലാസ്സുകൾ മുഴുവൻ എടുക്കുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ 10th പ്രിലിംസിന് മാത്രമുള്ള ക്ലാസ്സുകളേ ഉള്ളൂ. യൂട്യൂബിൽ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. ഞാനൊരു മാത്സ് ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ എങ്ങനെ മാഷ് ഇത് എടുക്കുക നിങ്ങൾ ചോദിക്കും. ഒറ്റാൾ കഴിഞ്ഞ 30 വർഷക്കാലത്തോളം 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് എല്ലാ വിഷയങ്ങളും ഞാൻ എല്ലാ കൊല്ലം എടുത്തിട്ടുണ്ട്. സർക്കാർ ജോലിയിൽ കയറിയപ്പോഴും എടുത്തിട്ടുണ്ട്, അന്ന് ഫ്രീ ആയിട്ട് എടുത്തു. അതിന് മുമ്പ് എല്ലാ വിഷയവും എടുക്കും, ഹിന്ദി ഒഴികെ. ഹിന്ദി ഇപ്പോഴും വഴങ്ങില്ല. ഹിന്ദി അല്ല, മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ്. +2 മാത്രമാണ്, +2 ഞാൻ മാത്സ് മാത്രമേ എടുക്കുള്ളൂ. അവിടെ ഫിസിക്സ് എടുക്കും. അതിനപ്പുറത്തേക്ക് ഡിഗ്രിക്ക് വന്നാൽ ചില പേപ്പർ മാത്സ് എടുക്കും, അതിനപ്പുറം ഒന്നും എടുക്കില്ല. അത്രയും കാലമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ എൻ്റെ മെറിറ്റായി പറയുന്നത്. മാത്രമല്ല, എനിക്ക് സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം ഇതാർക്കും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ നാട്ടിൽ സൗജന്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ആദ്യം PSC കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. അവിടുത്തെ അധ്യാപകർക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് മാത്രം വേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാരെ വെച്ചു. അവിടെ നിന്നാണ് എൻ്റെ PSC പരിശീലകനായിട്ട് മാറുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് PSC കോച്ചിങ് രംഗത്തുണ്ട്. സർക്കാർ ജോലി ഉള്ളപ്പോഴും ലീവ് എടുത്ത് ട്രെയിനിങ് കൊടുക്കാൻ പോകുമായിരുന്നു. അപ്പം ആ നീണ്ട കാലത്തിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും കാലം ഞാൻ കണ്ടതിൽ SCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ 10th ലെവൽ മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പണ്ട് വിൻഡോസ് ഡിഗ്രി ലെവലും അതുപോലെ തന്നെ +2 ലെവലൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഒക്കെ ഒഴിവാക്കി, വെറും 10th ലെവൽ മാത്രം. അവിടെയാണ് നമ്മുടെ സ്പെഷ്യലൈസേഷൻ. അപ്പം അതിനുള്ള എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ അതിനുള്ള എന്തെല്ലാം ലഭിക്കും? നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ ലേണിംഗ് പ്ലാൻ, നിങ്ങൾക്ക് ദിവസവുമുള്ള ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ട്. PSC ബുള്ളറ്റിൻ, അത് നമ്മുടെ ഭാഗമാണ്. PSC ബുള്ളറ്റിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ PSC ബുള്ളറ്റിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോരമ, മാതൃഭൂമി, തൊഴിൽ വാർത്തകൾ, തൊഴിൽ വീതികളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ നമ്മുടേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ സൗജന്യമായിട്ട് കയറി നോക്കിയാൽ അറിയാം എത്ര വ്യത്യസ്തമാണ് നമ്മൾ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്നുള്ളത്.
മാത്രമല്ല ഇതിനുള്ള ടൂൾസ്, ഇതിന്റെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ഒഴികെയുള്ള ക്ലാസ്സുകൾക്ക് ഇപ്പോൾ വെറും 499 രൂപയാണ്. 700 രൂപയുടെ കോഴ്സ് 499 രൂപയാണ്. 1.5 രൂപയെ ഒരു ദിവസം വരുള്ളൂ. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ അതുമായിട്ട് പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സോഴ്സ് വേണ്ട ഈ എല്ലാ എക്സാമുകൾക്കും. ലൈവ് ക്ലാസ്സും കൂടി നിങ്ങൾക്ക് കിട്ടണം. എന്നോട് നേരിട്ട് ഡൗട്ട് ചോദിക്കണം. ലൈവ് ക്ലാസ്സിൽ നിങ്ങളുടെ ഡൗട്ട് തീരുന്നത് വരെ പറയും. അങ്ങനെയുള്ള കോഴ്സാണെങ്കിൽ 1200 രൂപയാണ് ഈ എല്ലാ കോഴ്സുകൾക്കും കൂടിയിട്ട്. 100 പേരെ എൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഗോൾഡൻ ബാച്ച് തുടങ്ങുന്നുണ്ട്. നിലവിൽ 112 കുട്ടികളുണ്ട്. അവിടേക്ക് ഒരു 100 കുട്ടികളെ കൂടി ആടുകയുള്ളൂ. അങ്ങനത്തെ രണ്ടാമത്തെ ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ബാച്ചിന് 5500 രൂപ. 5500 രൂപയുടെ ബാച്ചിന് ഇവിടുത്തെ മുൻനിര ബാച്ചുകൾ വാങ്ങുന്നത് 15,000 20,000 അവർക്ക് അത് വേണ്ടി വരും. കാരണം എന്താ, അധ്യാപകർക്ക് നല്ല പൈസ കൊടുക്കണം, അവർക്ക് പരസ്യത്തിന്റെ ചെലവുണ്ട്. ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ്, പ്യൂണ് തൊട്ട് മാഷ് വരെ ഞാൻ തന്നെയാണ്. ചെറിയ സഹായത്തിന് 1-2 സ്റ്റാഫ് ഉണ്ട്. അതിന് ഞങ്ങൾക്ക് മാത്സ് തുടങ്ങിയ മറ്റു ഭാഗങ്ങളും ഉണ്ട്. അപ്പം ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് 8075963937 8075963937 വിളിക്കേണ്ടതെന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ തിരിച്ചു വിളിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ സാരഞ്ജിനി പരിണയം ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അയ്യത്താൻ ഗോപാലനാണ്. അപ്പൊ അയ്യത്താൻ ഗോപാലൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടോളൂ. അത് നമുക്ക് റാങ്ക് ഫയലിനെ ആശ്രയിക്കാൻ വേണം. ആ റാങ്ക് ഫയലിനെ ആശ്രയിക്കുമ്പോഴും മുൻകാല PSC ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ നോക്കുന്ന ഒരു റാങ്ക് ഫയലാണ് നല്ലത്. അയ്യത്താൻ ഗോപാലൻ, പേര് അയ്യത്താൻ ഗോപാലനാണ്. 1861 ജനിച്ചത്. വർഷങ്ങൾ ഓർത്തോലുണ്ടു, എന്ന് ജനിച്ചു എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് PSCക്ക്. മരണം 1948 ബ്രഹ്മസമാജം, കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി. ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചു. ഇത് സാധാരണയായി PSC പഠിപ്പിക്കുന്ന എല്ലാവരും പഠിപ്പിക്കും. അങ്ങനെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിൽ ആദ്യമെങ്കിൽ കേരളത്തിലെ രാജാറാം മോഹൻ റായ് എന്നറിയപ്പെടുന്നത് ആര് തന്നെ ആയിരിക്കും? അയ്യത്താൻ ഗോപാലനായിരിക്കും. ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഇന്റലിജന്റ് ഗസ്സിലൂടെ കിട്ടും. അതായത് ഈ ചോദ്യം നിങ്ങൾ കണ്ടു. ഈ ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓ അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാനില്ല. അപ്പോഴാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ മുൻകാലങ്ങളിൽ ചോദ്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നവോത്ഥാന കാലത്ത് കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അതറിയുന്ന ആൾ ഈ ചോദ്യം നോക്കണം. മുൻകാലങ്ങളിൽ ചോദ്യം വന്നിട്ടുണ്ടോ? ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്താണോ അതന്നെയാണ് നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ലൈവ് ക്ലാസ്സിൽ ഇത് ചോദ്യമായിട്ട് വരും. നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും മാർക്ക് ചെയ്യാൻ. നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷമേ ശരി ഉത്തരം കാണാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് വരുന്ന തെറ്റെന്താണ്? നിങ്ങൾ തന്നെത്താൻ തന്നെ നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അറിയാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യും. എങ്ങനെയാണ് ഇന്റലിജന്റ് ഗസ്? ഞാൻ ഇവിടെ പറയും, നവോത്ഥാന കാലത്ത് കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആലോചിക്ക്. രാജാറാം മോഹൻ റായിനെ കുറിച്ച് ആലോചിക്കാൻ പറയും. അതുമായി ബന്ധപ്പെട്ട സംഘടനയെ കുറിച്ച് ആലോചിക്കാൻ പറയും. അതാരാണ് കേരളത്തിൽ സ്ഥാപിച്ചതെന്ന് ആലോചിക്കാൻ പറയും. അങ്ങനെ ആ ശീലം, എങ്ങനെയാണ് ഇന്റലിജന്റ് ഗസ് നടത്തുക എന്നുള്ള ശീലവും നിങ്ങൾ രൂപപ്പെടും. ദിവസവും കിസ് ഉണ്ടാവും. ഒരു ലൈവ് ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയാൽ അത് മൊഡ്യൂളായി മാറുന്നു. ആ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ലേണിംഗ് പ്ലാനോട് കൂടി കിസ് ഉണ്ടായിരിക്കും. 5500 പ്ലാൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമയ മാനേജ്മെന്റ്, മെമ്മറി ടെക്നിക്ക്, ഇതൊക്കെ നേരിട്ട് ഞാൻ പരിഹരിച്ചു തരുന്ന, പഠനം നിങ്ങളെ ഒരു ശീലമാക്കി മാറ്റുന്ന ഹാബിറ്റ് ട്രാക്കർ എന്നുള്ളൊരു സിസ്റ്റം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അയ്യത്താൻ ഗോപാലൻ, പേര് അയ്യത്താൻ ഗോപാലൻ, 1861 മാർച്ച് 23, മരണം 1948 ജൂൺ 2. ബ്രഹ്മസമാജം സ്ഥാപിച്ചു കേരളത്തിൽ. ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി. ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചു. ബ്രഹ്മധർമ്മ വിവർത്തനം, ദേവേന്ദ്രനാഥ ടാഗോർ, നമുക്കറിയാം, ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടതാണ്. ഡിഗ്രി ലെവൽ, +2 ലെവലിലൊക്കെ പഠിക്കുന്നവർക്കറിയാം. ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. റാവു സാഹിബ് ബഹുമതി 1917 ബ്രിട്ടീഷുകാർ റാവു സാഹിബ് എന്ന ബഹുമതി നൽകി ആരംഭിച്ചു. സുഗുണവർദ്ധിനി എന്നുള്ള സംഘടന സ്ഥാപിച്ചു. കൃതികൾ: സുശീല ദുഃഖം, സാരഞ്ജിനി പരിണയം. ആ സാരഞ്ജിനി പരിണയം സാധാരണയായി പഠിച്ചു പോവില്ല. അപ്പോഴാണ് ഒരു പുതിയ ചോദ്യം വന്നത്. മറ്റുള്ളവ: അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? മറ്റൊരു ചോദ്യം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. എന്തുകൊണ്ടാണ് ഇതേപോലെ ആലോചിക്ക് ആഗമാനന്ദ സ്വാമിയെ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് പറയുന്നത്?
ആഗമാനന്ദ സ്വാമിയോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ഇപ്പോൾ PSCക്ക് ഒരുപാട് ചോദ്യങ്ങൾ PSC അടുത്ത കാലത്തായിട്ട് ആഗമാനന്ദ സ്വാമിയെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ഒന്ന് ചെയ്യ്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ PDF ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലും ഇടും. നമ്മുടേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അഭിപ്രായം പറയും, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അഭിപ്രായം പറയൂ. ഇതിനോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിൽ പുതുക്കിയ പാഠപത്രത്തിൽ 4ാമത്തെ പാഠം. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല യൂട്യൂബ് വീഡിയോകളിലായിട്ട് കാണാം. പക്ഷേ ഈ 4ാമത്തെ പാഠത്തിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല? അത് അത്ര വിശാലമായി നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ഒരു സ്കോപ്പ് ഓഫ് സ്റ്റഡി സിലബസിൽ അത് വരുന്നില്ലല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. എപ്പോഴും SCERT സിലബസ് പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനനുസരിച്ചുള്ള ഭാഗങ്ങൾ പഠിക്കുക, ആദ്യം ഉറപ്പിക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പഠിക്കേണ്ടത്, സിലബസ് അനുസരിച്ച് പഠിക്കുക. അത് കഴിഞ്ഞാൽ മുൻകാല ചോദ്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ഭാഗം മാത്രം പഠിച്ചു വെച്ച് പോയിട്ടുണ്ടായിരിക്കും. അതൊന്നും കൂടി ആ പാഠഭാഗം ഒന്നും പറയുക. അപ്പം മധ്യകാല കേരളത്തെ കുറിച്ചിട്ട് നമ്മുടെ സിലബസിലില്ല, പക്ഷെ മധ്യകാല കേരളത്തെ കുറിച്ച് PSC ചോദിക്കാറുണ്ട് ഒരു ചോദ്യം. ആ ചോദ്യങ്ങൾ പഠിച്ചാൽ മതി, അതുമായി ബന്ധപ്പെട്ട പാഠഭാഗം. അപ്പൊ അവിടെ ഊരുട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. പഴയ SCERT ബുക്കിൽ ഒരു വരിയാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത്. തിരുവനന്തപുരത്താണ് ഊരുട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് സ്കൂൾ എന്നറിയപ്പെടും. ഓർത്തിരിക്കുക. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റി മരിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. കുടിപ്പള്ളിക്കൂടമായിരുന്ന, അതോർത്ത് വെക്കുക. ഓക്കെ. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. ഓക്കെ. അടുത്തതാണ് ഡോക്ടർ A. അയ്യപ്പൻ. ഡോക്ടർ A. അയ്യപ്പൻ 1905 മുതൽ 1988 വരെ തൃശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് A. അയ്യപ്പന്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫ്രിത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. ആ 2 സായിപ്പന്മാരുടെയും പേരോർത്തു വെച്ചോ. എങ്ങനെ പേരോർപ്പിച്ചു വെക്കാം, ഇത്തരം പേരുകൾ ഓർമ്മിച്ചു വെക്കാം, ഞാൻ ടെക്നിക്ക് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് സമയമില്ല, നമുക്കതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് വെക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ എന്നിവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, കാണുക. അതിൽ ഓർമ്മകൾ എങ്ങനെ, അതിന് 5 ടെക്നിക്ക് ഞാൻ പറയുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ വീണ്ടും ഓർമ്മയുമായി ബന്ധപ്പെട്ട ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. യെസ്. കേരളത്തിൽ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് സമഗ്ര സംഭാവന നൽകിയത് അയ്യപ്പൻ. ഈഴവ ഗോത്ര വിഭാഗം, ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഒപ്പം തന്നെ അവിടെ ഓർക്കേണ്ട ഒന്നാണ് നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മ. ഇരുള വിഭാഗം, പാലക്കാട് ജില്ല, അട്ടപ്പാടി, അല്ലെ? 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അട്ടപ്പാടി നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കാണ്. കേരളത്തിലെ അവസാനം രൂപം കൊണ്ട താലൂക്കാണ് അട്ടപ്പാടി. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർമ്മയിൽ നിർത്തണം കേട്ടോ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. എന്താണ് കാരണം? മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെയാണ്. ഓക്കെ. കളക്കാത്ത സന്തനമേറെ വകുവോകെ പൂത്തിരിക്കോ. നല്ല പാട്ടാണ്, ഞാൻ പാട്ടി മോശാക്കണ്ട, അല്ലേ? ഞാനും അത് കുറെ ആസ്വദിച്ചിട്ടുണ്ട്. എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. എനിക്ക് ആ സിനിമയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. ഇനി ആ ചിത്രം നോക്കണം. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്നു. ഓർമ്മിച്ചു വെച്ചോ, ഒരു ചോദ്യം വരാം. നഞ്ചിയമ്മ ആരിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്? PSC എന്തും ചോദിക്കും, SCERT ടെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കൂ, നിലമ്പൂർ ആയിഷയെ കുറിച്ചൊരു ഭാഗമുണ്ട്. നിലമ്പൂർ ആയിഷ, അവരുടെ ജീവിത കഥ പറയുന്നുണ്ട്. ജീവിതത്തിനും അരങ്ങിനുമിടയിൽ ഉണ്ടോ? ആ പേജ് 39 to 42 നിങ്ങൾ ഓർത്തു വെക്കണ്ട. ജീവിതത്തിനും അരങ്ങിനുമിടയിൽ അവരുടെ പുസ്തകമാണ്. അക്കാലത്ത് നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നാണ് സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു.
നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. PSC ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഓർക്കുക, ഒരു നാട്, ഒരു സമൂഹം അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അത് ഇന്ന സമൂഹത്തിലെ എല്ലാ സമൂഹത്തിലും ഓരോ അനാചാരങ്ങളും ഓരോ തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് ആളുകൾ മുന്നോട്ട് പോയത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിലമ്പൂർ ആയിഷ സ്വന്തം വഴി വെട്ടുക, നിങ്ങൾക്ക് വഴി വെട്ടണ്ട. നിങ്ങൾ മറ്റു പലരും വഴി വെട്ടിയത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭയം എന്താ, എനിക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. അതിന് ആദ്യം നിങ്ങളുടെ ഭയമാണ് മാറ്റേണ്ടത്. മറ്റൊന്ന് അർജൻസി, ഇതപ്പം കിട്ടണം എന്നല്ല നിലമ്പൂർ ആയിഷ ചെയ്തത്. നിലമ്പൂർ ആയിഷയെ പോലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒട്ടനവധി കാലം അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പടവെട്ടി ജയിക്കുന്നത് വരെ പടവെട്ടാനുള്ള പതറാത്ത ഒരു പോരാളിയായി നിങ്ങൾ മാറണം. പതറാത്ത പോരാളി. അപ്പൊ സർക്കാർ ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ ജീവിതം ഒരു സന്തോഷകരമായ ഒരു സമരമായിട്ട് മാറും. ഒരു സ്വപ്നം വേണം അതിന് നിങ്ങൾക്ക്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. മേലാക്കത്ത്, മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കാനുള്ള ശ്രമം നടന്നു. ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടാനില്ല. ആ സ്ഥലം പഠിച്ചു വെച്ചോ, മഞ്ചേരി മേലാക്കത്ത്. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അതെന്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. ഞങ്ങളാണെങ്കിലോ, നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ടാവില്ലേ? നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയണത്, PSC പഠനം നിർത്തുന്നവരെ കുറിച്ച്. ഒരു പരീക്ഷയിൽ പതറിയാൽ PSC പഠനം നടത്തുന്നവരെ ഭീരുക്കളെന്ന് വിളിക്കണം. ഇറങ്ങി പുറപ്പെട്ടാൽ നേടിയെടുത്തേ പോരൂ എന്നുള്ള വാശി നിങ്ങൾക്കുണ്ടായിരിക്കണം. നിലമ്പൂർ ആയിഷയെ പോലെ. ഓക്കെ, ആയിഷയെ പോലെ നാടകം കളിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നാടകത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കുക. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇനി ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കി. ഇന്ത്യൻ സർവകലാശാലകളിൽ പണ്ട് സ്ത്രീകൾക്ക് MBBS കൊടുത്തിരുന്നില്ല. ഇന്ത്യയില് കേരളത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഓക്കെ, ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഓർത്തു വയ്ക്കുക, 2 പോയിന്റ് കിട്ടിയില്ലേ? ഇതൊക്കെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ളതാണ്. EK ജാനകി അമ്മാൾ, കല്യാണി ദാശായണി വേലാതിനെ കുറിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ അതിൽ പഴയ കാലത്ത് നിങ്ങൾ പഠിച്ചതായതുകൊണ്ട്. EK ജാനകി അമ്മാൾ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. മലയാളി ആയതുകൊണ്ട് ഓർക്കണം, 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം ആദരിച്ചു. അടുത്ത ഭാഗത്തേക്ക് പോകാം. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് പാഠപുസ്തകത്തിൽ ഓരോ വരിയും ശ്രദ്ധിച്ചിരിക്കാൻ. ഇനി ഇവിടെ നോക്കിക്കോ. ഈ 3 കാരണമാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്. ഇത് 3ഉം ശരിയാ. അതുകൊണ്ട് ഇത് 3ഉം 1ഉം 2ഉം 3ഉം ശരി. നിങ്ങൾ ആലോചിച്ചോ. ഈ പാഠം നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള പാഠം എടുക്കുക. ആ പാഠത്തിൽ കുറിച്യ കലാപം എടുക്കുക. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗോത്രവർഗ കലാപം കൂടിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ട്ടാ കുറിച്യ കലാപമേ. ദക്ഷിണേന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഒരുപാട് ഗോത്രങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ ഒറ്റ ഗോത്രമേ ഉള്ളൂ, കുറിച്യന്മാരാണ്. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. കുറിച്യരോടൊപ്പം കുറുമ്പ്രർ അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണ്യമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. എവിടെ സോഴ്സ്? SCERT ടെക്സ്റ്റ് ബുക്ക് അല്ലേ? എവിടെ സോഴ്സ്? SCERT ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ പകർത്തിയിരിക്കുക, കോപ്പി അടിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അതിലെ ബുള്ളറ്റ് പോയിന്റ്സ്, ടേബിൾ ഒക്കെ ശ്രദ്ധിച്ചിരിക്കണം. കലാപം നടന്നത് ഞാൻ പറഞ്ഞത് പാസീവായിട്ടാവും കേട്ടിട്ടുണ്ടാവുക. ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടിയിലിട്ടുള്ള കാര്യം പഠിച്ചു വെച്ചോ. ഓരോ വരിയും ഇമ്പോർട്ടൻ്റാ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിലേക്ക് പിന്നെ പോകാം, അതിൻ്റെ മാതൃകയെ കുറിച്ചിട്ട്.
കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിനായേരെ. അടുത്ത ചോദ്യം, ഗാന്ധിജി കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നാണ്. അത് പാലക്കാടാണ്. എന്താണ് ഈ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമത്തിന്റെ പ്രത്യേകത? ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ചപ്പോ 3 തവണ സന്ദർശിച്ച സ്ഥലമാണ് ശബരി ആശ്രമം. അതന്നെയാണ് അതിന്റെ പ്രത്യേകത. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ എത്രയാ? 5. ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിച്ചോ? ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളിൽ വന്നതാ. ആദ്യ സന്ദർശനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയും എന്ന് പറഞ്ഞിട്ട് SCRT പാഠം കേട്ടോ. അതൊക്കെ നന്നായി പഠിച്ചിരിക്കണം. കാരണം ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം എല്ലാ PSC പരീക്ഷയ്ക്കും വരും. ഇപ്പൊ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. 1920 ആഗസ്റ്റ് 18 ആദ്യത്തെ സന്ദർശനം കോഴിക്കോട്. ലക്ഷ്യം ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണം. ഒപ്പം ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് K. മാധവൻ നായർ. ഓർക്കണം, K. മാധവൻ നായരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഇപ്പോൾ പാലക്കാട് ശബരി ആശ്രമം, ഇവിടെ എൻ്റെ മനസ്സിൽ എന്ത് വന്നു? ഗാന്ധി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തി. മാത്രമല്ല ശബരി ആശ്രമം ആരുണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്ഥാപിച്ച ആള്. ആ സ്ഥാപിച്ച ആളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഓർക്കണം, അയാളാണ് പയ്യന്നൂർക്ക് ജാഥ നടത്തിയത് ഉപ്പു സത്യാഗ്രഹവുമായിട്ട്. അപ്പൊ ഒരു വിവരം കിട്ടിയാൽ അതിനോട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വിവരം പറയാൻ പറ്റണം. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം പറ്റും. അവിടെ നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനോട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പൂരിപ്പിക്കാം. അപ്പൊ അതൊരു ചർച്ചയായിട്ട് മാറും. ഇനി കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങണ്ടേ? ഉപയോഗിക്കാൻ തുടങ്ങണം. ലിങ്ക് ഒക്കെ അവിടെ ഞാൻ എന്തിന് തന്നിട്ടുണ്ട്, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. 2ാം സന്ദർശനം 1925 എന്തുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതും എന്നാണ് 1925. 3ാം സന്ദർശനം 1927. ലക്ഷ്യം ഖാദി പ്രചരണം. കൗമുദീനെ ഓർക്കണം. അല്ല, കൗമുദീനെ ഓർക്കേണ്ടത് 27 ഖാദി പ്രചരണം. 4ാം സന്ദർശനം 1934 ഹരിജൻ ഫണ്ട് ശേഖരണം. അവിടെയാണ് കൗമുദി ടീച്ചറെ ഓർക്കേണ്ടത്. ആഭരണം മുഴുവൻ ഗാന്ധിജിക്ക് കൊടുത്തു. 5ാമത്തെയും അവസാനത്തെയും സന്ദർശനം 37 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട് തന്റെ യാത്ര ഒരു തീർത്ഥാടനമെന്നാണ്. 3 തവണ സന്ദർശിച്ച സ്ഥാപനമാണ് ശബരിയാശ്രമം. അത് സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ആ TR കൃഷ്ണസ്വാമി അയ്യർ തന്നെയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലേക്ക്, കേളപ്പജി അവിടെ ഉപ്പു സത്യാഗ്രഹം നടത്തുമ്പോൾ പയ്യന്നൂരിലേക്ക് ഒരു ജാഥ നടത്തിയത്. ഓർത്തിരിക്കുക. EV രാമസ്വാമി നായ്ക്കരുമായി നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണത്? അത് വൈക്കം സത്യാഗ്രഹമാണ്. കോട്ടയം ജില്ലയിലെ അമരാവതി എന്ന് പറയുന്നത് ആരാ? അമരാവതി സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു നോക്ക്, പറയും, നിങ്ങൾ കമന്റ് പറയേ. ബർദോളി സത്യാഗ്രഹം ആരാ? ഗുരുവായൂർ സത്യാഗ്രഹം അല്ല, വൈക്കം സത്യാഗ്രഹമാണ്. കാരണം കോട്ടയം ജില്ലയിലെ പിന്നെ ശുചീന്ദ്രത്തിൽ ഒരു സത്യാഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് കമന്റ് പറയും. നമുക്ക് സമയമില്ല, കുറേ നേരമായല്ലോ അല്ലേ. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി പ്രവേശനം അനുവദിക്കുന്നതിന് വേണ്ടി 1924 മാർച്ച് 30 ആരംഭിച്ച ഐതിഹാസിക സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആദ്യ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. പുലയനും ഈഴവനും നായരും ഒന്നിച്ച്. നേതാക്കൾ TK മാധവനാണ് കേട്ടോ പ്രധാന നേതാവ്. കേളപ്പൻ മന്നത്ത്. കേളപ്പന് നേതാവാണ്. പക്ഷെ ഗുരുവായൂർ സത്യാഗ്രഹം വരുമ്പോഴാണ് കേളപ്പന് ഏറ്റവും നേതൃത്വ സ്ഥാനത്ത്. മറ്റേ TK മാധവനാണ്. അത് കഴിഞ്ഞിട്ടേ കേളപ്പനുള്ളൂ. പത്മനാഭ EV രാമസ്വാമി നായ്ക്കർ, CV കുഞ്ഞിരാമൻ. കണ്ടുവോ? പ്രധാന നേതാവ് TK മാധവൻ. അതിനോടൊപ്പം ഓർക്കേണ്ടത് അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനും TK മാധവനാണ്. ഐത്തോച്ചാടന പ്രമേയം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തെയും ക്ഷേത്രപ്രവേശന വിളംബരത്തെയും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. വൈക്കം സത്യാഗ്രഹം പൊതുനിരത്തിൽ കൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശിക്കാം എന്നുള്ളതും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ഗുരുവായൂർ സത്യാഗ്രഹവും അങ്ങനെ തന്നെയാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 അതിന്റെ തൊട്ടു മുന്നത്തെ വർഷമാണ് 1923 കാക്കിനാടയിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ആ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നതും TK മാധവനാ.
ആ കോൺഗ്രസ് സമ്മേളനത്തിൽ, കാക്കിനാടയിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടനത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ടി കെ മാധവനാണ്. ആ ടി കെ മാധവൻ തന്നെയാണ് ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച നേതാവ്. അതും കൂടി ഓർത്തു വയ്ക്കുക. ഇപ്പൊ കാക്കിനാട 23, സമരം അവസാനിച്ചത് 24 തുടങ്ങിയത് വെച്ചാലും 25 ഗാന്ധി സന്ദർശിക്കുന്നതും 25 603 ദിവസമാണ് സമരം നടന്നത്. അതുമായി ബന്ധപ്പെട്ട ജാഥയാണ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ നടത്തിയ ജാഥ വൈക്കത്ത് മുതൽ തിരുവനന്തപുരം വരെ. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 നാഗർകാവിലിൽ നിന്ന് ഒരു ജാഥ നടന്നു. അത് M.E. നായിഡു ആണ്. പിടികിട്ടിയോ? അത് നാഗർകോവിലിൽ നിന്നുള്ള ജാഥ കൊണ്ടുവന്നത് M.E. നായിഡു ആണ്. പഞ്ചാബിൽ നിന്നുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നത് അകാലികൾ ആണ്. നേതാവ് ലാലാ ലാൽ സിംഗ്. മധുരയിൽ നിന്നുള്ള ജാഥ E.V. രാമസ്വാമി നായ്ക്കർ, വൈക്കം ഹീറോ. മധുരയിൽ നിന്നുള്ള ജാഥ ആരായിരുന്നു? E.V. രാമസ്വാമി. നാഗർകോവിലിൽ നിന്നുള്ള ജാഥ M.E. നായിഡു. നാഗർകോവിൽ M.E. നായിഡുവിനെ ഓർക്കുമ്പോൾ ശുചീന്ദ്രൻ സത്യാഗ്രഹത്തെ കുറിച്ച് ഓർക്കണം. അത് M.E. നായിഡുവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1925. ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോയ ഒരു മന ഗാന്ധിജിയോട് പുറത്തിരിക്കാൻ പറഞ്ഞു. ഇണ്ടിത്തിരുത്തിമന. കാലം അതിന് ഇണ്ടിത്തിരുത്തിമനയ്ക്ക് മറുപടി കൊടുത്തു അല്ലെ. ഗാന്ധിജി നിരീക്ഷകനായി അയച്ചത് വിനോബ ഭാവെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഓർമ്മക്കുറിപ്പ് ഗാന്ധിജിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കുക. സമരം ആരംഭിക്കുമ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ, സമരം അവസാനിപ്പിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ്. കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷിക വംശം ഭരണം നടത്തിയിരുന്നത് അത് കോലത്തുനാടാണ്. മധ്യകാല കേരളം എന്ന് പറയുന്ന ഒരു ഭാഗം SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ കയറി വരുന്നത്. പക്ഷെ അവിടെ മൂഷിക വംശത്തെക്കുറിച്ച് പ്രധാനമായി പറയുന്നില്ല. അപ്പം നമ്മളൊന്ന് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കാര്യം നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം എന്തേ രാജാറാം മോഹൻ റായിനെ കുറിച്ച് ഞാൻ അധികം പറയാത്തത്? അതവിടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ മൂഷിക രാജവംശത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഒരു 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 ലേശം വിവരം, എന്താണ് ഈ മൂഷിക നാട്, അതൊന്ന് ആ കോണ്ടക്സ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതാ. അവിടുന്ന് ഒരു ചോദ്യം വരാം. അപ്പൊ നമുക്ക് ധാരണ, കൂടുതൽ പഠിക്കണ്ട, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. കേരളത്തിലെ വടക്കേ മലബാർ പ്രദേശമാണ് കോലത്തുനാട്. അതായത് പെരുമാക്കന്മാരുടെ ഭരണമായിരുന്നു കേരളത്തിൽ. കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. പൊതുവായി പാഠഭാഗം അറിഞ്ഞിരിക്കുമ്പോഴും ഇതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്, അറിഞ്ഞിരിക്കണം. കേരളം എന്തിന്റെ ഭാഗമായിരുന്നു? പ്രാചീന തമിഴത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ 9 മുതൽ 12 നൂറ്റാണ്ട് വരെ പെരുമാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. പിന്നെ ആ പെരുമാക്കന്മാർ മാറിക്കഴിഞ്ഞപ്പോ അതിന് കീഴെയുള്ളത് എന്തായി മാറി? സ്വരൂപങ്ങളായി മാറി. കുടികൾ, ഊരുകൾ, മനസ്സിലായില്ലേ? അങ്ങനെ നാട്, സ്വരൂപം, ഇങ്ങനത്തെ ഒരു 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 എന്താ പറയാ, ഒരു ഭരണ വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വില്ലേജ്, താലൂക്ക്, അതുപോലെ തന്നെ റവന്യൂ ഡിവിഷൻ, ജില്ല, അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാനം, കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഭരണ സൗകര്യപ്രദമായ ഭൂപ്രദേശങ്ങളുടെ വിഭജനം, അധികാര രൂപങ്ങളൊക്കെ ആയിരുന്നു കുടികൾ. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ ചേർന്ന നാടുകൾ, നാടുകൾ ചേർന്ന സ്വരൂപങ്ങൾ. ആ സ്വരൂപത്തിന്റെ ഒക്കെ മുകളിലായിരുന്നു ആരുണ്ടായിരുന്നത്? പെരുമാൾ ഉണ്ടായിരുന്നത്. ആ പെരുമാളിന്റെ ഭരണം അവസാനിക്കുന്നതോടുകൂടി വിവിധ സ്വരൂപങ്ങൾക്ക് തന്നെയായി കയ്യിൽ. അങ്ങനെ 4 സ്വരൂപങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 സ്വരൂപങ്ങളിൽ ഒന്നാണ് കോലത്തുനാട്. കോരപ്പുഴയ്ക്കും ചന്ദ്രഗിരിപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഭൂഭാഗമാണിത്. വടക്കൻ കോട്ടയം എന്നറിയപ്പെടുന്നു. ഇതിനെയാണ് വടക്കൻ കോട്ടയം എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഇതിൽ ഉൾപ്പെടുന്നു. സംഘകാലത്ത് ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന നന്ന രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. സംഘകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, വിശദമായി ഞാൻ പോകുന്നില്ല. 9 മുതൽ 12 നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന പെരുമാൾ വാഴ്ചയുടെ കാലത്ത് നന്ന വംശത്തിന്റെ പിൻഗാമികൾ എന്ന് കരുതുന്ന മൂഷക വംശത്തിന്റെ ആധിപത്യത്തിലായിരുന്നു ഇവിടം. അങ്ങനെയാണ് മൂഷക വംശം, നന്ന വംശം അതിനു മുമ്പ്. കുലശേഖര കാലത്തും മൂഷകരുടെ കീഴിൽ സ്വതന്ത്ര രാജ്യമായതിനെ തുടർന്ന് കരുതുന്നു. 12 നൂറ്റാണ്ടിൽ കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൽ രൂപം കൊണ്ട അനേകം നാട്ടുരാജ്യങ്ങളിൽ പരമാധികാരമുണ്ടായിരുന്ന 4 രാജ്യങ്ങളിൽ ഒന്നായി മാറി ഏത്? ഈ രാജ്യം, കോലത്തുനാട്. 14 നൂറ്റാണ്ടോടെ
മൂഷക രാജ്യം കോലത്ത് നാട് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇവിടുത്തെ രാജാക്കന്മാർ കോലത്തിരി എന്നറിയപ്പെട്ടു. കോലോത്തുനാടും തിരുവിതാംകൂർ വേണാട് രാജവംശവും തിരുവിതാംകൂറുള്ള വേണാട് രാജവംശവും ഇത് സഹോദര രാജവംശമായി വിശ്വസിക്കപ്പെടുന്നു. പലപ്പോഴും തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുൻഗാമികൾ എന്തെന്നും പറയാറുണ്ട്, മൂഷക രാജവംശം എന്നും പറയാറുണ്ട്. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട കമന്റ് പറയ്. നാളെ ഈ ചോദ്യപേപ്പറിൽ തന്നെ മറ്റൊരു പ്രത്യേക വിഷയത്തിൽ 10 ചോദ്യങ്ങളുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ആൾ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി വരിക. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.